തന്നെ ഉണ്ടോ? അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പാക്ട് എസ്യുകളുടെ വമ്പൻ കളക്ഷൻ ആണല്ലേ? അതെ അതെ. ഓക്കെ, W10 ആണ്. അതെ, രണ്ടാമത്തെ ഓണറിൽ 1.8 കോടി ഡോക്ടർ യൂസ് ചെയ്ത വണ്ടി. ഡോക്ടർ യൂസ് നമ്മളിപ്പോ വീഡിയോയിൽ പറയാറില്ല, ഞങ്ങൾക്ക് ചീത്ത വിളി കിട്ടി കൊടുത്തത്. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ടൈഗൂൺ ആണ് അല്ലേ? ടൈഗൂൺ GT ആണോ വേണ്ടി? GT 1.5 2022 വണ്ടി, 42,000 സിംഗിൾ ഓണർ വണ്ടി, അലോയ് വീല്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സ്വിച്ചർ ഒക്കെ ഉള്ള വണ്ടിയാണ് അല്ലെ? എല്ലാം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ടോപ്പ് ലോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ അതിന്റേതായ ഫീച്ചർ ഉണ്ട്, എക്സ്ട്രാ ഒന്നും ചെയ്യണ്ടല്ലോ അല്ലെ? എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കിടക്കുന്ന വണ്ടിയാണ്. പാർട്ടി വന്ന് കാണാൻ ഇഷ്ടപ്പെട്ട അഡ്വാൻസ് തന്നാൽ നമ്മൾ അങ്ങോട്ട് വേണ്ടി എത്തിച്ചു കൊടുക്കാം. വിഷയമല്ല കേസല്ല, എല്ലാ പ്രോസസ്സും കഴിയുമ്പോൾ എല്ലാ പ്രോസസ്സും പ്രശ്നമൊന്നുമില്ല. 3 വേരിയൻസ് 13 ഐറ്റം വേരിയന്റിലെ വണ്ടിയാണ് ഈ മാഗ്നറ്റ് പറഞ്ഞത്. എല്ലാവരും വിചാരിക്കും ഇതിലാകെ 4 വണ്ടിയുള്ളൂ. എടുക്കാൻ പോകുന്നതിന്റെ കമ്പനി പോയാൽ അറിയാം 13 14 വേരിയന്റിന് സാധനത്തിന്. ഫോർഡ് എക്കോസ്പോർട്ട് 2018 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്. അതെ, ആകെ 52,000 ഓടി. അടുത്ത വീണ്ടും ബ്രസ റെഡ് ആൻഡ് ബ്ലാക്ക് 2016 മോഡല് ZD പ്ലസ് തന്നെയാണ്. ഒരു 58,000 കിലോമീറ്റർ വണ്ടി. CNG വണ്ടി. അതെ, മൈലേജിന്റെ കാര്യം നിങ്ങൾ നോക്കിയാ വേണ്ട. ലോങ്ങിൽ പോകുന്ന 20 കിലോമീറ്റർ മൈലേജ് ഷുഗർ. അതെ, വെറും 25,000 രൂപ ഉണ്ടെങ്കിൽ ഈ കിടക്കുന്ന കിഡിലൻ SUV ഡസ്റ്റർ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം അല്ലേ? അതെ. അപ്പോൾ വെൽക്കം ബാക്ക് ടു ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ സുനി ഓപ്പൺ മോട്ടോഴ്സ് എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സുനി ഓപ്പൺ മോട്ടോഴ്സിന്റെ വേറെ ഷോറൂം ചെയ്തിരുന്നു. അതെ, അന്ന് ഇക്ക ഉണ്ടായിരുന്നില്ല, ഇക്ക കുറച്ച് തിരക്കായിരുന്നുകൊണ്ട് ഇക്ക കിട്ടിയില്ല. ഇതാണ് സുനി ഓപ്പൺ മോട്ടോഴ്സിൽ സുനിക്ക അല്ലേ? അതെ. ഇക്ക നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞെടുത്തേ. ഇത് മഞ്ചേരി തുറക്കൽ 28. അതെ, അതാണ് പ്രോപ്പർ സ്ഥലം. ഗൂഗിളിലൊക്കെ അടിച്ചാൽ 2 ഷോറൂം ഇരിക്കുന്നത് ചെറിയ ഡിഫറൻസിലാണ്. ഒരേ ലൊക്കേഷൻ, ഒരേ അഡ്രസ്സിൽ തന്നെ ഉണ്ടോ? അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പാക്ട് എസ്യുകളുടെ വമ്പൻ കളക്ഷൻ ആണല്ലേ? അതെ അതെ, അത്യാവശ്യം കിഡിലും കളക്ഷൻ ഉണ്ട്. അപ്പുറത്തെ ഷോറൂമിലാണെങ്കിൽ ഹാഷ് ബാക്ക് അതുപോലുള്ള ചെറിയ വണ്ടികളാണ്. ഇവിടെ കുറച്ച് SUV മോഡൽ വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാ വണ്ടികളും നല്ല ഗുഡ് ക്വാളിറ്റി ആണ് അല്ലേ? അതെ. ഇവിടുന്ന് കൊടുക്കുന്ന ഉറപ്പെന്തായിരിക്കും നമ്മൾ കസ്റ്റമറിന്? ടോട്ടൽ ലോസ് ഫ്രണ്ട് കിലോമീറ്റർ മറിക്കുന്ന വണ്ടികളാണെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാം. അതെ, ഫുൾ കാശ് തിരിച്ചു കൊടുക്കും. അതെ, തിരിച്ചു കൊടുക്കും. അപ്പോൾ അതിനൊരു ഗ്യാരണ്ടി തരുന്നുണ്ട്. ടോട്ടൽ ലോസ് കിലോമീറ്റർ മറിച്ചത് ഫ്ലഡ് അങ്ങനെയുള്ള വണ്ടികളൊന്നും ഉണ്ടാവില്ല. ചെറിയ റീപ്ലേസ്മെന്റുകൾ അതുണ്ട്, പറഞ്ഞു തരും. അപ്പോൾ അതാണ് ഉറപ്പെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി പരിചയപ്പെട്ടു തുടങ്ങാം അല്ലേ? അതെ. ആദ്യത്തെ വണ്ടി ക്രെറ്റയാണ്. അതെ അതെ. ഏതായിരുന്നു മോഡൽ? ഇത് 2018 മോഡല് SX പ്ലസ് ആണ്. SS പ്ലസ്. അതെ. രണ്ടാമത്തെ ഓണർ 1.5 കോടി ക്ലീൻ വണ്ടി. എക്സ്ട്രാ അലവിലൊക്കെ ചെയ്തതാണ്. 17 സൈസ് അലവിലൊക്കെ ഉള്ളതാണ്. ഒരു 30 റുപ്യന്റെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പേഴ്സ് കാര്യമൊന്നുമില്ല. നമുക്കൊരു 10,400 രൂപ. 10,400. 9 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 9 രൂപ ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ആസ്കിംഗ് പ്രൈസ് അല്ലേ? എന്തെങ്കിലും ചില മാറ്റം എത്തി കൊടുക്കാം. കച്ചവടമല്ലേ? നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇരുന്ന് സംസാരിച്ചാൽ ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. 100%. അപ്പോൾ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ആഫ്റ്റർ മാർക്കറ്റ് അലോയി സീറ്റ് കവർ എല്ലാം ചെയ്ത് നീറ്റ് ക്വാളിറ്റി കിടക്കുന്ന ക്രെറ്റയാണ്. അപ്പോൾ നേരെ നമുക്ക് അടുത്ത വണ്ടി ഇങ്ങനെ പോയാലോ? അതെ. ഓക്കെ, അപ്പോൾ അടുത്തത് XUV 500 ആണ്. അതെ അതെ. ഏതായിരുന്നു? XUV W10. ഓക്കെ, W10 ആണ്. അതെ. രണ്ടാമത്തെ ഓണറിൽ 1.8 കോടി ഡോക്ടർ യൂസ് ചെയ്ത വണ്ടി. ഡോക്ടർ യൂസ് നമ്മളിപ്പോ വീഡിയോയിൽ പറയാറില്ല, ഞങ്ങൾക്ക് ചീത്ത വിളി കിട്ടി കൊടുത്തത്. നോക്കിയാൽ അറിയാലോ. അതെ അതെ. അല്ല, അതുകൊണ്ടല്ല, ഡോക്ടർ യൂസ് ക്ലീൻ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ ആൾക്കാർ ഇങ്ങനെ ഡോക്ടറിന് എന്താ റെഫ്യൂസ് ചെയ്തൂടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോ നമ്മൾ വാങ്ങിക്കൊടുന്ന അഡ്രസ് നമ്മൾ പറയണ്ടേ? എന്തായാലും ഇതൊരു നീറ്റ് വണ്ടിയാണല്ലേ? ഇതെന്താ നീറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ഡോക്ടറിന്റെ വണ്ടിയാണ്. അതെ അതെ. അപ്പൊ ആഫ്റ്റർ മാർക്കറ്റ് അലോയ് കാര്യം ഒന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഏറ്റവും ഫുൾ ലോഡ് W10 എന്ന് പറഞ്ഞ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ, ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അലോയ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പോർട്ടി ആയിട്ടുള്ള കിഡിലിന് അലോയ് ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. എത്ര കിലോമീറ്റർ ആയിരുന്നു ഓടിയത്? ഇത് 1.5 ഓടിയ വണ്ടി. 1.5 ഓടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് എത്ര ആസ്കിംഗ് പ്രൈസ്? ഇത് 840. 840. 7 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 7 വരെ ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 80% ഒക്കെ ലോൺ എല്ലാ വണ്ടിയും 100% കിട്ടും. പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് കൂട്ടി കൊടുക്കാം. ട്രാക്ക് അനുസരിച്ചായിരിക്കും ഫിനാൻസ് ഒക്കെ കയറുന്നത്. അപ്പോൾ ഇതിനും ഫിനാൻസ് കിട്ടും. നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് ഈ കിടക്കുന്നത്. അടുത്തത് വീണ്ടും ഒരു മഹീന്ദ്രയുടെ വണ്ടിയാണ്, ബൊലേറോ. അതെ, ബൊലേറോ 2017 മോഡൽ 18 റേസറിലെ വണ്ടി. 1.15 ഓടി. മൂന്നാമത്തെ ഓണർ. റീപ്ലേസോ കാര്യമൊന്നുമില്ല. ഫേസ് ക്യാമറ, നല്ല സീറ്റ് കവർ കാര്യങ്ങളുണ്ട്. ടയർ 4 80% ഉണ്ട്. ഓക്കെ, റിവേഴ്സ് ക്യാമറ, സീറ്റ് കവർ ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. ഓക്കെ, ഏതായാലും സീറ്റ് കവർ ഒക്കെ മാറ്റിയുള്ള സാധാരണ നോക്കല് റെസ്റ്റ് ആണ്. നോക്കല് റെസ്റ്റ് ഇല്ല. ഇല്ല. അപ്പോൾ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര? ഇത് നമുക്കൊരു 665 ഇതിന്റെ വില. 5.25 ലോൺ ചെയ്ത് കൊടുക്കാം. 5.25 ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 2012 തൊട്ടുള്ള വണ്ടികൾക്ക് ഫിനാൻസ് കിട്ടുമല്ലോ? ഓ, കിട്ടും. 2012 തൊട്ട് അതിന് താഴത്തേക്കുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നേരെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ടൈഗൂൺ ആണ് അല്ലേ? ടൈഗൂൺ
GT ആണോ വേണ്ടി? GT 1.5 2022 വണ്ടി 42,000 ഓടി സിംഗിൾ ഓണർ വണ്ടി. കറക്റ്റ് സർവീസ് കിട്ടും. ഇപ്പൊ നമ്മൾ എടുത്തിട്ട് സർവീസ് ചെയ്തിട്ട് കയറ്റിയതാണ്. അതെ. അപ്പൊ ഇനി കൊണ്ടുപോകുന്ന ആളുകൾക്ക് അടുത്തൊരു 10,000 നോക്കിയാൽ മതി. അപ്പൊ ഇത് നല്ല നീറ്റ് ആയിട്ട് കിടക്കുകയാണ്. സൺറൂഫ് ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയി അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഒന്ന് അൺലോക്ക് ചെയ്തു. അപ്പോൾ ടോപ്പ് ലോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ അതിന്റേതായ ഫീച്ചർ ഉണ്ട്. എക്സ്ട്രാ ഒന്നും ചെയ്യണ്ടല്ലോ അല്ലേ? എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കിടക്കുന്ന വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ആകെ 42 ഓടിയിട്ടുള്ളൂ. ആകെ 42,000 ലോ കിലോമീറ്റർ ഓടിക്കണ വണ്ടിയാണ് ഇത്. അപ്പോൾ ചോദിക്കുന്ന വില ഇത് നമുക്കൊരു 1350. 1350 ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കുമല്ലോ. 100%. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 100% നമുക്ക് ചെയ്ത് കൊടുക്കാം. അതൊന്ന് കണ്ടിഷ്ടപ്പെട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതിനും ഫിനാൻസ് കിട്ടും. ഇതിന് ഫുൾ ലോൺ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? 85% ലോൺ ചെയ്ത് കൊടുക്കാം. 85% ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്ത വണ്ടി സെൽറ്റോസ് ആണല്ലോ. കിയയുടെ സെൽറ്റോസ് 2020 GTX ലൈൻ, അതായത് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക്. ഇതിന് മേലെ കമ്പനി ഇറങ്ങിയില്ല. ഏറ്റവും ടോപ്പാണ്. സൺറൂഫ് വരുന്നുണ്ട്, റൂഫ് റെയില്, അലോയ് വീല്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സ്വിച്ചറൊക്കെ ഉള്ള വണ്ടിയാണ് അല്ലേ? എല്ലാം ഉണ്ടാവും. അപ്പോ എത്ര കിലോട്ട് ഓടിയ വണ്ടി? ടോട്ടൽ ഇത്തിരി കൂടുതലാണ്. 165 ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ്. 165 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. വൈറ്റ് കളറാണ്. റീപ്ലേസോ കാര്യമൊന്നുമില്ല. കറക്റ്റ് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടി. ഓരോ 12, 14, 13, 10 ചെയ്ത് പോകുന്ന വണ്ടിയാണ്. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്ന വില? ഇത് 1350. 12 ലോൺ ചെയ്ത് കൊടുക്കും. 12 ലോൺ ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പൊ നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടി കിയയുടെ വീണ്ടും സോണറ്റ് 2020 രണ്ടാമത്തെ ഓണർ 82,000 കിലോമീറ്റർ ഓടി. GTX തന്നെയാണ്. ഇത് മാനുവലാണ്. ഓക്കെ. കിലോമീറ്റർ ഓടിയത്? കിലോമീറ്റർ 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതും സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. ഫുൾ ലോഡ് വണ്ടിയല്ലേ? അതെ, ഫുൾ ലോഡ് വണ്ടി. സൺറൂഫ് വരുന്നുണ്ട്, അലോയ് വീല്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ്. റീപ്ലേസോ കാര്യമൊന്നുമില്ല കേട്ടോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ഓണറിലാണ്. കറക്റ്റ് സർവീസിലെ വണ്ടി തന്നെയാണ്. അപ്പൊ ആസ്കിംഗ് പ്രൈസ് എത്രയായിരുന്നു? ഇത് 10,400 രൂപ. 10,400. എത്ര രൂപ ഫിനാൻസ് കയറും? 9 രൂപ. 9 രൂപ ഫിനാൻസും കയറും. അടുത്തത് ക്രെറ്റ 2020 പെട്രോൾ 28,000 കിലോമീറ്റർ ഓടി. രണ്ടാമത്തെ ഓണർ ഞാൻ ആയതാട്ടോ. കിലോമീറ്റർ 28,000 ഓടിയിട്ടുള്ളൂ. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ് വണ്ടി. ഇതിനകത്ത് എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. ഷോക്ക് കണ്ടീഷനിലല്ലേ? അതെ. ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ഇത് S+ ഉള്ളൂ. അതാണ് അതിന്റെ ഒരു അലവിലില്ലാതെ വന്നത്. അലോയ് ഇല്ല എന്നുള്ള കുറവ് മാത്രമേ ഉള്ളൂ. വേറെ എല്ലാം ഉണ്ട്. പെട്രോൾ ആയതുകൊണ്ടാണ് അങ്ങനെ വേരിയന്റ് വന്നത്. അപ്പൊ ആസ്കിംഗ് പ്രൈസ് ഇതൊരു 11 രൂപ. 11 രൂപ. ഒരു 11 രൂപ. 10 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 10 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 10 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 1 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാവുന്നതാണ്. അടുത്തത് ട്രാക്ടർ 2019 1.4. അതെ. ഈ പ്ലസ്. അതെ. 91,000 കിലോമീറ്റർ ഓടി. രണ്ടാമത്തെ ഓണർ. എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ അലോയ്, സീറ്റ് കവർ, ടച്ച് സ്ക്രീൻ എല്ലാം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്. ഒരു 2-2.5 രൂപ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. അപ്പോ ഇന്റീരിയർ ആണെങ്കിലും നല്ല അടിപൊളി സീറ്റ് ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആസ്കിംഗ് പ്രൈസ് എത്രയായിരുന്നു? ഇതിൽ 9.75 ആണ്. 9 രൂപ ലോണും കൊടുക്കാം. 9 രൂപ ലോൺ കൊടുക്കാം. അതെ. ഇത് പെട്രോൾ വണ്ടിയാണോ? അല്ല, ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ് കേട്ടോ. അതെ. അടുത്തത് വീണ്ടും ഫോർഡ് എക്കോസ്പോർട്ട് 2018 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്. അതെ. ആകെ 52,000 ഓടി. രണ്ടാമത്തെ ഓണർ. നോ റീപ്ലേസ്മെന്റ്. ഓക്കെ. ഇതിനകത്ത് ഇപ്പൊ എക്സ്ട്രാ ഒന്നും ചെയ്യണ്ട. ഷോക്ക് കണ്ടീഷൻ അല്ലേ വണ്ടി? 100%. ആർക്കും ഒന്ന് നോക്കിയെടുക്കാം. അത്ര പെർഫെക്റ്റ് വണ്ടി. പെട്രോൾ വണ്ടി ഓടിയിട്ട് അതാണ് കറക്റ്റ് പറഞ്ഞു അത്ര ഉറപ്പോടുകൂടി പറയാൻ പറ്റും. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതെ. അപ്പൊ എത്ര ചോദിക്കണ വില? ഇത് 7 രൂപ ഉള്ളൂ. 7 രൂപ ഉള്ളൂ. 7 രൂപ ഉള്ളൂ എന്നാണ് പറയുന്നത്. 2018 ഓട്ടോമാറ്റിക് വണ്ടി കിട്ടൂല. ഉറപ്പാണോ? ന്യൂ ഷേപ്പ് വണ്ടി കിട്ടൂല. അതിന് ഓൾഡ് ഷേപ്പ് വണ്ടി ഒക്കെ ഉണ്ട്. ഓൾഡ് ഷേപ്പ് വണ്ടി. അപ്പൊ നിങ്ങൾ ആരെങ്കിലും കണ്ടോണ്ടിരിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ പറയാം അല്ലേ? അതെ. ഇക്കന്നെ പോയി എടുത്തോളൂ. 100%. നമ്മളെടുക്കും. നമ്മുടെ ഡീലറല്ലേ, നമ്മൾ എടുക്കണ്ടേ? അപ്പൊ ഓൾ കേരള നമ്മൾ വണ്ടി എടുക്കുന്നുണ്ട്. പർച്ചേസ് 100%. ഓൾ കേരള ഫിനാൻസ് ഉണ്ടല്ലോ? അതുണ്ട്. ഓൾ കേരള ഡെലിവറി ഉണ്ടോ? ഡെലിവറി നിർബന്ധമാണ് ചെയ്ത് കൊടുക്കും. കാരണം ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് ആൾക്കാർ വന്ന് കണ്ടിട്ടില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് പല ആൾക്കാർ പല രീതിയിൽ ഉപയോഗിച്ച വണ്ടിയാണ്. പാർട്ടി വന്ന് കാണാൻ ഇഷ്ടപ്പെട്ട അഡ്വാൻസ് തന്നാൽ നമ്മൾ അങ്ങോട്ട് വേണ്ടി എത്തിച്ചു കൊടുക്കുക. അത് വിഷയമല്ല, കേസല്ല. എല്ലാ പ്രോസസ്സും കഴിയുമ്പോൾ എല്ലാ പ്രോസസ്സും പ്രശ്നമൊന്നുമില്ല. ഇനി അവർക്ക് ആരുമില്ല പറഞ്ഞാൽ നമ്മൾ കൊണ്ടു കൊടുക്കുകയും ചെയ്യും. ഫിനാൻസിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് പറഞ്ഞേക്കാം? ഇതിൽ സാധാരണ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്,
വീടിന് നികുതി അടച്ച കോപ്പി ഇതാണ് വേണ്ടത്. സാധാരണ നോർമലായിട്ട് വേണ്ടത്. പിന്നെ ബിസിനസ്സിലാണെങ്കിൽ അവരെ പ്രൂഫ് വെക്കണം. വാടക വീടുള്ളവർക്ക് അവർക്കൊക്കെ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. കറണ്ട് ബില്ലൊക്കെ വെച്ചിട്ട് അവരെ വാടക അഗ്രിമെന്റ് ഒക്കെ വെച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഉണ്ട്. ടെൻഷൻ അടിക്കണ്ട. അപ്പൊ അടുത്ത വീണ്ടും ഒരു എക്കോസ്പോർട്ട് 2018 തന്നെ ടൈറ്റാനിയം പ്ലസ് ഡീസലാണ്. ഡീസൽ 135 ഓടി സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. 135 ഓടിയിട്ടുണ്ട്. ഇതിന് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 100% അപ്പോ എത്ര ആസ്കിംഗ് പ്രൈസ്? ന്യൂ ഷേപ്പ് ആണ്. ഇത് 690 ഉള്ളൂ. 690 ആണ്. 2018 വണ്ടി ഡീസൽ ഇട്ടോ 690. 690 എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇറങ്ങിയ ലാസ്റ്റ് അല്ല ഡീസൽ 2021 വരെ ഉണ്ട് കേട്ടോ. ഈ ന്യൂ ഷേപ്പ് 2017 ശേഷം വരുന്ന ഷേപ്പാണ്. അതൊക്കെ ഷേപ്പാണ്. ഓക്കെ. അപ്പോ ഇന്റീരിയറിലാണെങ്കിലും എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയല്ലേ? സിസ്റ്റം ഉൾപ്പെടെ എല്ലാം കമ്പനി സാധനങ്ങൾ തന്നെയാണ് വരുന്നത്. അതെ. ഒരു സ്ക്രാച്ച് പോലും ഇല്ല കേട്ടോ. അതാണ് അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും നമ്മള് ഇത് നിസാന്റെ മാഗ്നറ്റ് അല്ലേ? അതെ, നിസാൻ മാഗ്നറ്റ് പെട്രോൾ 2022 26,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന XV ആണ് വേരിയന്റ്. പെട്രോൾ ആണ്. അപ്പോ ആസ്കിംഗ് പ്രൈസ് ഇത് നമുക്ക് 660. ഫിനാൻസ് 6 രൂപ ലോൺ ചെയ്ത് കൊടുക്കും. 6 രൂപ ലോൺ ചെയ്യാം. അപ്പൊ ഒരു 60 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം. വലിയ കുഴപ്പമില്ല. 60 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിഡിലെ SUV വീട്ടിൽ കൊണ്ട് വിടാം അല്ലെ? ഇതിൽ ഈ മാഗ്നറ്റ് എടുക്കുന്ന ആൾക്കാർ നമ്മൾ പ്രത്യേകിച്ച് പറയുള്ളത് ഓപ്ഷൻ നോക്കിയാൽ തിരഞ്ഞെടുക്കാൻ 13 ഐറ്റം വണ്ടി ഉണ്ട്. 13 വേരിയൻസ് 13 ഐറ്റം വേരിയന്റിലെ വണ്ടിയാണ് ഈ മാഗ്നറ്റ് പറഞ്ഞത്. എല്ലാവരും വിചാരിക്കും ഇതിലാകെ 4 വണ്ടിയുള്ളൂ. എടുക്കാൻ പോകുന്നതിന്റെ കമ്പനി പോയാൽ അറിയാം 13-14 വേരിയന്റിന് സാധനത്തിന്. ഇതൊന്നും പറയുന്നത് ഹുറോ എഡിഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് എഡിഷൻ അതുണ്ട്. ഇതിനെന്നെ കഥ പറയുന്നത്. ഇതിപ്പോ ഇത് XV പ്രീമിയം, XV പ്രീമിയം ടർബോയിൽ ഓട്ടോമാറ്റിക് ഒക്കെ വരുന്നുണ്ട്. നമ്മളിതൊക്കെ ആലോചിച്ചെടുക്കാം. അതിനൊക്കെ വിലക്ക് വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ആഫ്റ്റർ മാർക്കറ്റ് ഇതിന് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഇത് സത്യത്തില് ഈ സാധനം. ഇതിന് മേലെ ഒരുപാട് ഓപ്ഷൻ വണ്ടികളുണ്ട്. ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. ഇതിനകത്ത് എക്സ്ട്രാ സീറ്റ് കവർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുഞ്ഞു ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. കൊച്ചു ലൈറ്റുകൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അടുത്ത വണ്ടി XUV 300 അല്ലേ? 300 2019 വണ്ടി W4 ആണ്. 300 ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 150 ഓടിയിട്ടുണ്ട്. ഇതിനാകെ ചോദിക്കുന്ന 650. ഇതിന് 6 റുപ്യ ലോൺ ചെയ്ത് കൊടുക്കും. ഒരു 50 രൂപ ഉണ്ടെങ്കിൽ 100% ഇറങ്ങി കൊടുക്കും. ഒരു 50 രൂപ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി കൊണ്ടുപോകാട്ടോ. XUV 300 എന്ന് പറയുന്ന നല്ല കിഡിലെ വണ്ടി. അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയല്ലേ? ഒരു 17 വരെ കിട്ടും. 17 വരെ കിട്ടും. 400 വേണ്ടി പിൻവലിച്ചാന്ന് പറഞ്ഞത്. അതെ. അല്ലാതെ കുറവുണ്ടായിട്ട് പിൻവലിച്ചല്ല. ഇത് ഓപ്ഷൻ കുറഞ്ഞ വണ്ടിയാന്നുള്ളൂ. അപ്പോ ഇതിനകത്ത് ഇപ്പോ സ്റ്റോക്ക് കണ്ടീഷനിലല്ലേ വണ്ടി കിടക്കുന്നത്? അതെ. സീറ്റും മറ്റോ എല്ലാ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ടയർ കണ്ടീഷൻ ഉണ്ട്. അത്യാവശ്യം ഓടാൻ ടയർ കണ്ടീഷൻ ഉണ്ട്. ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും എല്ലാം നീറ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. റിയർ ഓപ്പൺ ആവുന്നില്ല. റിയർ ഓപ്പൺ ആക്കാവല്ലോ. റിയർ ഓപ്പൺ ആക്കുമ്പോൾ ഫ്രണ്ടിലത്തെ പോലെ തന്നെ നീറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നു എന്ന സത്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിന് എത്രയൊക്കെ വില? ഇത് 650. അതാണല്ലോ നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്ത വണ്ടി ബ്രസ പറഞ്ഞോ. 2019 ZD പ്ലസ് കിട്ടോ. ഡീസലില് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി. 126 ഓടി വണ്ടി. കറക്റ്റ് സർവീസിൽ വണ്ടി. പട്ട സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓട്ടോമാറ്റിക് ആണ്. റെയർ വണ്ടിയാണ് പറയുന്നുണ്ട്. പുഷ്പേട്ട സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട്. കമ്പനി അലവല്ലേ കിടക്കണം. അതെ. എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. നല്ല കിടക്കാണ് കിടക്കുകയാണ്. അപ്പൊ ആസ്കിംഗ് പ്രൈസ് ഇതാകെ 9.25. ആകെ 9.25. 2019 ZD പ്ലസ് കുറവാണ്. അതാണ് അറിയാൻ ആകെ 9.25 ലക്ഷം രൂപയേ ഉള്ളൂ വണ്ടിക്ക്. 9 ലോണും ചെയ്ത് കൊടുക്കാം. 9 രൂപ ലോണും ചെയ്യാട്ടോ. കുറച്ച് വെട്ടക്കുറവായിട്ട് ഇന്റീരിയർ കാണിക്കുമ്പോൾ ക്ലാരിറ്റി കുറവ് ഉണ്ടാവും. എന്നാലും ഇന്റീരിയർ കാണിക്കാതെ ഞങ്ങൾ വിടൂല. അടുത്തത് വീണ്ടും 2000 പ്ലസ് തന്നെയാണ്. 2020 അതായത് 2020 ഡീസൽ വണ്ടി ഇല്ല. കുറഞ്ഞ വണ്ടികളേ ഉള്ളൂ. അതായത് നിർത്തിയതിനു ശേഷം കുറച്ച് വണ്ടി പെൻഡിങ് വരുന്ന വണ്ടികളാണ്. ഇത് 2020 ZD പ്ലസ് ആണ്. ഒരു 58,000 ഓടി സിംഗിൾ ഓണർ വണ്ടി. ഓട്ടോമാറ്റിക് ഡീസൽ. അതെ. റയർ വണ്ടിയാണ്. അതെ. അതിലൊന്ന് സുനികാസി കിടപ്പുണ്ട്. നേരെ വന്നോട്ടോ. അപ്പോ ഇതിനകത്ത് ഒരു കിലോമീറ്റർ നോക്കണ്ട കേട്ടോ. 54,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതും സിംഗിൾ ഓണറിൽ ZD പ്ലസ്. വീണ്ടും പറയുന്നുണ്ട്. നോട്ട് ചെയ്ത് നോക്കിച്ചോട്ടോ പോയിന്റ്. അപ്പോ ഇതിനകത്ത് എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കിടക്കുന്നത്. ഓട്ടം കുറഞ്ഞ വണ്ടി മോഡൽ കൂടിയോണ്ട് 1090 ഇതിന്റെ വില ഉണ്ട്. 9 റുപ്യ ലോൺ ചെയ്ത് കൊടുക്കും. അതെ. അടുത്ത വീണ്ടും ബ്രസ റെഡ് ആൻഡ് ബ്ലാക്ക് 2016 മോഡല് ZD പ്ലസ് തന്നെയാണ്. ഒരു 58,000 കിലോമീറ്റർ ഓടി വണ്ടി. രണ്ടാമത്തെ ഓണർ. കളർ കണ്ടല് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്. ഡ്യുവൽ ടോൺ ആണ്. ഓക്കെ. അപ്പോ എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇതിന് നമുക്ക് 7.25 രൂപ. 7.25. ഫിനാൻസ് 650 ചെയ്ത് കൊടുക്കാം. 650 വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും.
ഇന്റീരിയർ ഒക്കെ നീറ്റ് ആണ്, 100% നോ റീപ്ലേസ്, നോ റീപ്ലേസ്മെന്റ്, നോ സ്ക്രാച്ച്, നോ അത് ഇത് നോ മറ്റേത്, എല്ലാം നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുകയാണ്. അതെ അതെ. അപ്പൊ നേരെ വീണ്ടും ഒരു എക്കോ സ്പോർട്ട്. അതെ. ഏതായിരുന്നു വേരിയന്റ്? ഇത് 2013 ടൈറ്റാനിയം പ്ലസ് ഡീസൽ വണ്ടി. അതെ, മാനുവല്. പിന്നെ മൂന്നാമത്തെ ഓണറിലാണ്. 1.65 ഓടിയിട്ടുണ്ട്. ഇത് വില ആകെ 390. അതെ, 390 രൂപയ്ക്കാണ് ടൈറ്റാനിയം പ്ലസ് കേട്ടോ. ടൈറ്റാനിയം പ്ലസ് 390 ആണ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 3 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 3 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 90 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു വണ്ടി കിഡിലൻ ക്വാളിറ്റി കിടക്കുകയാണ്. ഇന്റീരിയർ ആണ്, ഷീറെല്ലാം നൈസായിട്ട് കിടക്കാൻ കേട്ടോ. അപ്പൊ ഈ ക്രെറ്റ നമ്മൾ പറഞ്ഞാലേ അടുത്തൊരു SS4 എസ് ക്രോസ് 2017 മോഡൽ മാരുതി എസ് ക്രോസ് സീറ്റ. 1,00,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. കറക്റ്റ് സർവീസിൽ വണ്ടി. ഓൾഡ് ഷേപ്പ് ആണ്. നല്ല കിടിലം വണ്ടി. നോ റെസ്റ്റ്, നോ റീപ്ലേസ്. അതെ, സീറ്റ് കാര്യം കാണിക്കണ്ടല്ലോ. സൂപ്പർ 4 ടയർ പുതിയതുണ്ട്. ഇൻഷുറൻസ് 7 ലക്ഷം രൂപ ഐഡിയയിൽ പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഒരു 6.25 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഇതിന് വില പറയുന്നത് 6.75 ആണ്. ഒരു 75 രൂപ വണ്ടി കൊണ്ട് ഇറങ്ങി പോവാം. ഒരു 75 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് പോവാട്ടോ. അതെ അതെ അതെ, വേറെ സംസാരമൊന്നുമില്ല. അടുത്തത് WRV 2018 വണ്ടി. ഓക്കെ, WR 2018 VX ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1.16 ഓടി കറക്റ്റ് സർവീസിലെ വണ്ടി. 7.25 രൂപ. 6.25 ലോണും. ഒന്നുമില്ല, അങ്ങോട്ടില്ല എല്ലാം VX സൺറൂഫ് ഒക്കെ വരും കേട്ടോ. സൺറൂഫ് ഉണ്ട്, അലോയിലുണ്ട്, ഫോഗ്ലാമ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. സീറ്റ് കവർ മാറ്റിയിട്ടുണ്ടോ നല്ല ഇന്റീരിയറിൽ ഒക്കെ. സീറ്റ് കവർ ടോപ്പ് സീറ്റ് കവർ ഉണ്ട്. ടോപ്പ് ക്വാളിറ്റി നിൽക്കാണ്ടോ. ടോപ്പ് ക്വാളിറ്റിയാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത്. അടുത്ത റെനോൾട്ടിന്റെ ക്യാപ്ചർ 2017 മോഡൽ 18 റേസർ ഉണ്ട്. 12ാം മാസം വണ്ടിയാണ്. 94 കിലോമീറ്റർ ഓടിയിട്ട്. രണ്ടാമത്തെ ഓണർ. 590 വില. 5.25 രൂപ ലോണും. 5.25 രൂപ ലോണും കിട്ടും. 590 ആണ് ചോദിക്കുന്നത്. അപ്പൊ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് SUV ഇറക്കാം. 100%. ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ള വണ്ടിയാണ്. എന്നാലും മൈലേജ് ഉണ്ടെന്നുള്ളത്. നല്ല മൈലേജ് ഉണ്ട് ക്യാപ്ചറിന്. ഇനി വല്ല ക്യാപ്ചർ 18 കിലോമീറ്റർ ലോങ് എന്തെങ്കിലും കിട്ടുന്നുണ്ട്. അറിയുന്ന ആൾക്കാർ ഓട്ടാണ് 20 വരെ കിട്ടുന്നുണ്ട്. വണ്ടി ഓടിക്കാൻ അറിയണമെന്നുള്ളൂ. അതെ. അപ്പോ അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും വണ്ടി ക്യാപ്ചർ തന്നെയാണ്. ക്യാപ്ചർ വേറൊരു കളർ. അതെ അതെ, വേറെ കളറാണ്. 2017 തന്നെയാണ്. ഇത് 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് മൂന്നാമത്തെ ഓണറിൽ. 590 വില. 590 ആണ് വില. 5.25 ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് അൺലോക്ക് ചെയ്ത് ഇതിന്റെ ഇന്റീരിയർ കാണുന്ന ചടങ്ങിലേക്ക് കിടക്കാം. ഇന്റീരിയറിൽ വരുമ്പോൾ സീറ്റ് കവർ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? എല്ലാ ടയർ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അടിപൊളി നീറ്റ് ക്വാളിറ്റി കിടക്കുകയാണ്. റിയർ ഭാഗത്തേക്ക് വരുമ്പോഴും നീറ്റായിട്ട് തന്നെ കിടക്കുന്നു. യെസ്. അപ്പോൾ ഇനി കുറച്ച് ഡസ്റ്റർ ഡറാനോ അല്ലേ? അതെ, കുറച്ചല്ല, 2 ഡസ്റ്റർ. അതെ, ഇത് 2018 ഡസ്റ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് CNG വണ്ടി. CNG ആണല്ലേ? അതെ. മൈലേജിന്റെ കാര്യം നിങ്ങൾ നോക്കിയാ വേണ്ട. ലോങ്ങിൽ പോകുന്ന 20 കിലോമീറ്റർ മൈലേജ് ഷുവർ. അതെ. അപ്പോ എത്ര കിലോമീറ്റർ ഓടിയ വണ്ടി? ഇതാണ് 59,000 കിലോമീറ്റർ ഓടി. രണ്ടാമത്തെ ഓണർ. ആകെ 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ, രണ്ടാമത്തെ ഓണറാണ്. അപ്പോ എത്ര ആസ്കിംഗ് പ്രൈസ്? 7 രൂപ. 7 രൂപ. 2018 CVT ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ആണ്. എക്സ്ട്രാ CNG ഉണ്ട്. അതെ. ഇന്ത്യയിൽ സീറ്റ് ഇട്ടിട്ടുണ്ട്. അലോയി ഒക്കെ കമ്പനി അലോയി ആണ് വരുന്നത്. അതെ അതെ, എല്ലാം മീറ്റ് ക്വാളിറ്റി തന്നെ കിടക്കുകയാണ്. 7 രൂപയാണ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. ഫിനാൻസ് എത്ര രൂപ വരെ കിട്ടും? നമുക്കൊരു 6.25 വരെ ലോൺ കൊടുക്കാം. 6.25 ഉണ്ടല്ലോ. 6.25 വരെ ലോൺ കിട്ടും കേട്ടോ. അപ്പൊ ഈ ഡസ്റ്റർ ഇത് 2018 ആണ്. RS XC ആണ് വണ്ടിയാണ്. 1.5 MT പെട്രോൾ ആണ്. പെട്രോൾ സിംഗിൾ ഓണർ വണ്ടി. ഒരു 59,000 കിലോമീറ്റർ ഓടിയുണ്ട്. 6.25 രൂപ. 6 രൂപ ലോൺ ചെയ്ത് കൊടുക്കും. 6 രൂപ ലോൺ ചെയ്യാം. 25,000 രൂപ ഇറക്കി കൊടുക്കാം. വണ്ടി നീറ്റ് ആൻഡ് ക്ലെയിം ഉണ്ട്. ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ വണ്ടി എടുക്കണ്ട. ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാട്ടോ, നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഒരു സിംഗിൾ സ്ക്രാച്ച് പോലില്ല. വെറും 25,000 രൂപ ഉണ്ടെങ്കിൽ ഈ കിടക്കുന്ന കിഡിലൻ SUV ഡസ്റ്റർ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം അല്ലേ? അതെ. ബാക്കി അടവടക്കണമെന്നുള്ളൂ അല്ലേ? അതാ അവരടച്ചോളൂ. ബാക്കി അടവടക്കണം കേട്ടോ. അടുത്ത 2 ടെറാനോ ഉണ്ട്. അതെ, ഒരു റെഡ് ഒരു വൈറ്റും. റെഡ് 2017 ടെറാനോ XV 110 ഡീസൽ ഓട്ടോമാറ്റിക്. 1.6 ഓടി സിംഗിൾ ഓണർ വണ്ടി. ഞാൻ 7 രൂപ. ആകെ 7 രൂപ ചോദിക്കുന്നുള്ളൂ. 6.25 രൂപ ലോൺ. 6.25 ഫിനാൻസും കയറും കേട്ടോ. അതെ, എല്ലാം നീറ്റ് ക്വാളിറ്റി തന്നെ കിടക്കുകയാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻ ആണ്. അത് എല്ലാ വണ്ടിയിലും എടുത്തെടുത്ത് പറയുമ്പോൾ പറയേണ്ട ആവശ്യമില്ല. വണ്ടി ക്വാളിറ്റി ഉണ്ട്. വണ്ടി ക്വാളിറ്റി ആണ്. അത് നിങ്ങൾ ഇവിടെ നേരിട്ട് വന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അല്ലേ? അടുത്ത വീണ്ടും ഒരു വൈറ്റ് ടെറാനോ. അതെ, 2015 വണ്ടി. RXE അതായത് ബേസിക് മോഡല് തൊട്ട് മുതലുള്ള സാധനം. മിഡ് വേരിയന്റ് എന്ന് പറയാം. അതെ, 1.10 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി. 4.65 വില. 3.25 ലോണും. ശരി.
അത്രേ ഉള്ളൂ. അപ്പോൾ നോ ഇന്ത്യയിൽ റീപ്ലേസ്, നോ റീപ്ലേസ്മെന്റ്, നോ ഫ്ലഡ്, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇന്ത്യയുടെ സൈഡ് ആണെങ്കിലും നീറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അടിപൊളി ക്വാളിറ്റി. അതെ. യെസ്. അപ്പോൾ ഇനി ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു വണ്ടി കൂടെ ഉണ്ട്. അതൊരു ക്രിസ്റ്റയാണ്. ക്രിസ്റ്റ ഇങ്ങനെ രാജകീയമായി ഫ്രണ്ടിൽ കിടക്കാണല്ലേ. അതെ, നമുക്ക് അൺലോക്ക് ചെയ്ത് തരാം. യെസ്. അപ്പോൾ ക്രിസ്റ്റ ഡീറ്റെയിൽസ് പറഞ്ഞു. അതെ, ഇത് 2017 മോഡല് G4 ഓട്ടോമാറ്റിക് ഡീസൽ. ഓട്ടോമാറ്റിക് ഡീസൽ. ഇത് HR ആയിരുന്നു. ഇപ്പൊ കേൽപ്പത്ത് റീറേസ് വണ്ടിയാണ്. 17 മോഡലാണ്, രണ്ടാമത്തെ ഓണറിലാണ്. 1.23 കൂടി കറക്റ്റ് സർവീസ് വണ്ടി, സെക്കൻഡ് ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോ റീപ്ലേസ്. 17 രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട്, 15 രൂപ ലോൺ കൊടുക്കും. ഇത് ജനുവൻ കിലോമീറ്റർ ആണല്ലോ. 100% എന്റെ ഹിസ്റ്ററി നമ്മൾ കൊടുക്കാം, അവർക്ക് വീഡിയോ പറ്റി കൊടുക്കാം. അപ്പൊ ഇത്രയും വണ്ടികളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനുള്ളത്. ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു മെയിൻ സംഭവമാണ്. അത് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി തിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് പിന്നെ കച്ചവടം നടത്തും. മോശം വണ്ടി കൊടുത്താൽ നമ്മുടെ കച്ചവടത്തിന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ വണ്ടി റോഡിൽ കൂടി ഓടുന്ന വണ്ടികളാണ്. എന്തായാലും ചെറിയ ചെറിയ റീപ്ലേസ്മെന്റ് ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. മറിച്ച് വെച്ചിട്ടുള്ള കച്ചവടം ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ ഇക്കാനൊക്കെ ശരിക്കും മിസ് ചെയ്തതാണ്. ഈ ഒരു പവർ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കിട്ടിയില്ല. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം മലപ്പുറത്ത് വീണ്ടും ഈ പവറോട് കൂടി നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലാത്ത വണ്ടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇക്കാനെ വിളിച്ച് അറേഞ്ച് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാത്തിലും കേരളത്തിൽ എല്ലായിടത്തും സർവീസ് ഉള്ളതാണ്. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, ലൊക്കേഷൻ എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ടാവും. എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം അല്ലേ? എപ്പോഴെങ്കിലും വിളിക്കാമല്ലോ. കാറ്റലോഗ് അയച്ചു കൊടുക്കാം. അവർക്ക് എന്ത് കാണിക്കാൻ എല്ലാ വണ്ടിനും കാറ്റലോഗ് നമ്മുടെ കയ്യിലുണ്ട്, അവർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പിലല്ലേ, അതിൽ ഹായ് വിട്ട് കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കൊരു ടാറ്റ ബൈ പറയാം അല്ലേ? അപ്പോൾ ബൈ ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.